ഇവിടെ എനിക്ക് എൻ്റെ ഒരു സഹോദരൻ ഒരു ചങ്ങാതിയുടെ ഒരു ക്ലിപ്പ് കിട്ടുന്നു. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമാണ് എന്ന് താങ്കൾ ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. എന്താണ് അതിന്റെ? ഞാൻ പറയുന്നു, എന്നെക്കാളും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന മറ്റു മതങ്ങളെക്കാളും ഉപരി ഇസ്ലാം മതമാണ്. കാരണം ദിവസവും 5 നേരം കൊടുക്കുന്ന ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നു. അതിലുള്ള എന്താന്ന് വെച്ചാൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം. എന്തുകൊണ്ടാണ് അതെന്ന് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുന്നുണ്ട്. 5 നേരം പള്ളിയിൽ നിന്ന് അള്ളാഹു മാത്രം വലിയവൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അവർ പറയുന്നുണ്ട് എന്നാണ്. സത്യമായിട്ടും അത് പറയണില്ലേ? അതോടുകൂടെ എങ്ങനെ ഭീകരവാദാവൽ? ഈ സർവമത സത്യവാദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സറിഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? ഇപ്പൊ രാവുമാണ് പകലുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ? രണ്ടും കൂട്ടിയാൽ 4 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏകദൈവത്തെ നിഷ്കളങ്കമായി പഠിപ്പിക്കുന്ന ഇസ്ലാം, തൃത്വദൈവത്തെ പഠിപ്പിക്കുന്ന ക്രൈസ്തവത. തൃത്വദൈവം നമുക്കറിയാലോ, പരിശുദ്ധാത്മാവും യഹോവയാം പിതാവും യേശുവാം പുത്രനും ചേർന്ന് തൃത്വദൈവം. പിന്നെ നിരവധിയായ ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റാദർശങ്ങൾ. ഇത് 3 എങ്ങനെ ഒരുപോലെ ശരിയാവാന്ന്? ഇതിലേത് ശരിയെന്നത് മറ്റൊരു ചർച്ചയാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നു ഏക സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്ന്. അത് ബാങ്കിൽ മുഅ്മിനീങ്ങളെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. അതോടുകൂടെ ഭീകരാവൂല. അള്ളാഹു ഏറ്റവും വലിയവനാന്ന് പറയുമ്പോൾ വേറുള്ള ദൈവങ്ങളൊക്കെ ചെറുതാന്നാണ് പറയണത്. വേറൊരു ദൈവം ഉണ്ട് എന്ന് ഇസ്ലാമിന് വാദമല്ലല്ലോ. വേറൊരു ദൈവമില്ല, പിന്നെ അങ്ങനെ വേറെ ദൈവങ്ങളെല്ലാം ചെറുതാന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം എന്ന് പറയാൻ? വേറൊരു ദൈവമില്ല. ഇതൊന്നും ഭീകരവാദമൊന്നുമല്ല. നമ്മൾ വേറെ കുറച്ച് സംഗതികളൊക്കെ പരിശോധിച്ച് നോക്കുക. സ്വാമിയല്ലാതെ ശരണമില്ല അയ്യപ്പ. ഇപ്പോൾ മണ്ഡലക്കാലല്ലേ, പല നാട്ടിലും അഖണ്ഡനാമൊക്കെ തുടങ്ങാൻ പോകണം. എന്താ അതിൻ്റെ അർത്ഥം? സ്വാമിയല്ലാതെ ശരണമല്ല അയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ ശരണം. സ്വാമി മാത്രമാണ് ആശ്രയം എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാമി അല്ലാതെ മറ്റൊരു ശരണവും ഇല്ല എന്നാണ്. അയ്യപ്പ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ പേരാണ്, നമുക്കറിയാലോ. ഇതെന്താ ഭീകരവാദമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം ഇതുവരെ ഇതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ ആദർശമാണ്, അത് അവർ പറയട്ടെ എന്ന്. ത്രിയേക ദൈവമല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവവിശ്വാസം സിദ്ധാന്തം അനുഭവിച്ചാൽ, ആശ്രയിച്ചാൽ, വിശ്വസിച്ചാൽ അത് ശരിയായ പാതയിലാണെന്ന് ക്രൈസ്തവ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും വാദമുണ്ടോ? നേരത്തെ ഇന്റർവ്യൂക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ഇന്റർവ്യൂക്കാരൻ പറഞ്ഞതുപോലെ അള്ളാഹു ആണ് ശരി, അവൻ മാത്രമാണ് ദൈവം എന്ന് പറയുന്നതാണോ പ്രശ്നം? അല്ലല്ല. ഇതല്ലാത്ത ആദർശം വെച്ച് പുലർത്തുന്നവരെ ഞങ്ങൾ അംഗീകരിക്കൂല, പുറത്താക്കും, ഇന്ത്യയിൽ നിന്ന് ഓടിക്കും, അവരുടെ പള്ളികൾ ഞങ്ങൾ കെട്ടിമൂടും, പള്ളികൾ അടിമാന്തും, പൊളിക്കും, പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വോട്ട് ലിസ്റ്റ് നിന്ന് വെട്ടും. ഇതൊക്കെയാണ് പ്രശ്നം. അല്ല ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതല്ല. അള്ളാഹു മാത്രമേ ആരാധ്യൻ എന്ന് പറയുമ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ സ്വാമിയല്ലാതെ ശരണമല്ല അയ്യപ്പ എന്നുള്ളത് തെറ്റാവണ്ടേ? യേശുനാഥ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട് ക്രൈസ്തവരുടേത്. അതിന്റെ ബാക്കിയൊക്കെ പറയുന്നത് യേശു മാത്രം എന്നാണ്. അത് തെറ്റാവണ്ടേ?